ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ല എല്ലാവരും? അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഗ്ലൂമി ഡേ ആണ് കേട്ടോ. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരു മുടി പിടിച്ച അന്തരീക്ഷമാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ മേജറായിട്ട് ഫീൽ ചെയ്ത കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം കുറച്ച് കാലമായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാലോ, യൂറോപ്യൻ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ആൻഡ് സ്വിറ്റ്സർലാൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയ രണ്ട് കൺട്രീസാണ്. പക്ഷേ എന്നിരുന്നാലും കൾച്ചർ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ വ്യത്യാസങ്ങൾ ഈ രണ്ട് സ്ഥലത്തും നമുക്ക് ഫീൽ ചെയ്യും. ഇൻ ഫ്യൂച്ചർ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവർക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പുതിയതായി കാണുന്ന ആളുകളുമായി നമ്മൾ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമായി ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കും. അതുപോലെ തന്നെ വിഷ് ചെയ്ത് നമ്മൾ സംസാരം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. സംസാരത്തിലൂടെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇന്ത്യയിലെ കൾച്ചറാണ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം ഇവർ പൊതുവേ വളരെ കുറവാണ്. ഹാൻഡ് ഷേക്ക്, നല്ല പരിചയമുള്ള ആളുകളൊക്കെയാണെങ്കിൽ ഹഗ് ചെയ്യും, കിസ്സിങ്, ഇതൊക്കെയാണ് ഇവരുടെ ഒരു കൾച്ചർ. രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുമ്പോൾ നമ്മളെപ്പോലെ ഉള്ള ഒരു സംസാരത്തിലൂടെ ആളുകളുമായി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി വളരെ കുറവാണ്. എന്നിരുന്നാലും ഇവർ സൂപ്പർ ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഓവർ സംസാരമില്ല. അതൊരു മേജർ ഡിഫറൻസ് ആണ്. ഒരുപാട് ശബ്ദം വെച്ച് സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ വലിയ ഇപ്പോൾ പൊതുവേ ഇവിടുത്തെ ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവരുടെ ട്രെയിൻസിലെല്ലാം ഒരു ഭയങ്കര സൈലൻ്റ് ആണ്. നമ്മളിപ്പോൾ പലപ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സംസാരം കേൾക്കാറുണ്ട്. പക്ഷേ അതെല്ലാം ഇവിടെയുള്ള വ്യക്തികളല്ല, പുറത്തു നിന്ന് വരുന്ന ആളുകളിലായിരിക്കും ഭൂരിഭാഗം നമുക്ക് ട്രെയിനിലെല്ലാം ഓവറായിട്ട് സംസാരങ്ങളും കാര്യങ്ങളും കേൾക്കാം. ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന നാടാണ്. സോ ഇവിടുത്തെ സ്വിറ്റ്സർലാൻഡിലെ സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ സംസാരം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അടുത്തത് പങ്ക്ച്വാലിറ്റിയാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST ടൈം, ഇന്ത്യൻ സ്ട്രക്ചബിൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവിടെ ഒരു കൃത്യത, നമ്മുടെ ഇന്ത്യൻസിനെ പൊതുവെ പങ്ക്ച്വാലിറ്റി വളരെ കുറവാണ് കമ്പയർ ടു സ്വിറ്റ്സർലാൻഡ് സിറ്റിസൺസ്. അത് ബിക്കോസ് എത്ര വേണമെങ്കിലും ആളുകളെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒരു സമീപനമുള്ള ആളുകളാണ് ഇന്ത്യൻസ് പൊതുവെ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇവിടെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞു ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ട്. വളരെ പങ്ക്ച്വലാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആളുകളും. എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം വളരെ കൃത്യമായി പാലിക്കുന്ന വ്യക്തികളാണ്. ഇവിടെ ഓഫീസ് ടൈം 9 o'clock എന്ന് പറഞ്ഞാൽ 9 o'clock എംപ്ലോയീസ് ഒരുവിധം 99% സീറ്റിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓഫീസ് എൻഡിങ് ടൈം 5:30 ആണെന്നുണ്ടെങ്കിൽ 5:30 തന്നെ ഇവിടെയുള്ള ആളുകൾ ജോബ് നിർത്തി അവരിറങ്ങും. അതുപോലെയാണ്, അത്രയും പങ്ക്ച്വലാണ് അവർ. എല്ലാ കാര്യങ്ങൾക്കും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത്. ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവസാനിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവർ പങ്ക്ച്വലാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് വരുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ സ്കൂളിംഗ് ടൈം, ഇപ്പോൾ എൻ്റെ മോളുടെയൊക്കെ സ്കൂൾ ടൈം നമ്മളൊരു 5 minute ലൈറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരപ്പോൾ വൺ ചെയ്യും. ലൈറ്റ് ആവാൻ പറ്റില്ല, ഓൺ ടൈം എത്തണമെന്ന് പറയും. അപ്പോൾ എല്ലാ സ്ഥലത്തും അവർ ചെറുപ്പം മുതലേ കുട്ടികളെ ആ ഒരു ടൈമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ് എൻഡിങ് ടൈം കറക്റ്റ് 3:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 തന്നെ ക്ലാസ് കഴിയും. 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങും. ആ കാര്യത്തിൽ വളരെ കൃത്യമാണ്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ അവിടെ തന്നെ കുട്ടികളെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികൾ പുറത്തിരിക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പക്കയാണ് ഇവിടെ. അത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഈവൻ ഫ്ലൈറ്റുകളാണെങ്കിൽ പോലും പലപ്പോഴും ഡിലേ ആവാറുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻസ് ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. ബസ്സസ് പിന്നെ പറയണ്ട. സോ ഇവിടുത്തെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും ഒരുപോലെയാണ്. ബസ്സസ് ആണെങ്കിലും അതെ, ട്രാംസ് ആണെങ്കിലും അതെ, എല്ലാം പങ്ക്ച്വലാണ്. വളരെ ടൈം കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ. ആളുകളും അതെ, സിസ്റ്റംസും അതെ. അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റിൻ്റെ കാര്യത്തിലാണ്. അതായത് ഇന്ത്യയിലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് നമുക്കറിയാലോ, ഫ്ലേവേർഡ് ആണ്. ഭയങ്കര ഫ്ലേവേഴ്സും അതുപോലെ തന്നെ സ്പൈസസും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ് ഇന്ത്യൻസ് ഫോളോ ചെയ്യുന്നത് പൊതുവേ. എന്നാൽ ഇവിടെയുള്ള ആളുകൾ സ്പൈസസ് യൂസ് ചെയ്യുന്നത് കുറവാണ്, വളരെ വളരെ കുറവാണ്. പിന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്സും ചീസ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവരുടെ മെയിൻ
ഫുഡ് ഐറ്റംസിൽ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇവരുടെ ഫുഡ് ഇൻടേക്ക് വളരെ മൈൽഡാണ്. അതുപോലെ തന്നെ അവർ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ പൊട്ടറ്റോ, ടൊമാറ്റോ ഈ വക ഐറ്റംസ് ഒക്കെയാണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ലീവ്സ് ഉണ്ടല്ലോ, ഈ ലെറ്റ്യൂസ് അതുപോലെയുള്ള അങ്ങനത്തെ വെജിറ്റബിൾസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നോൺ വെജ് യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എങ്കിലും അവർ ഈ പറയുന്ന പോലെ സ്പൈസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഫുഡ്സ് അല്ല യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് വലിയ വലിയ ഗ്യാതറിങ്സ് ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഇവൻ പുറത്തുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള അത്ര പോലും ഇവിടെ ആഘോഷങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഒത്തിരി കുറവാണ് ഞാൻ കണ്ടെടുത്തോളം. പിന്നെ ഡിന്നറിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ ഭയങ്കരമായി ലൈറ്റായിട്ടുള്ള ഡിന്നേഴ്സ് അവർ ഡിന്നറെ കഴിക്കുള്ളൂ. അത് നേരത്തെ കഴിക്കും. ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കൽ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വ്യക്തമാണ്. കാരണം ഇവിടെ 8 മണിക്ക് ശേഷം ഈ കടകളൊന്നും ഉണ്ടാവില്ല. ഈവൻ ഹോട്ടൽസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റ്സും ഒന്നും ഉണ്ടാവില്ല. 8 മണിക്ക് എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യും. ഒരു ഭാഗം ഷോപ്പുകളും ക്ലോസ് ചെയ്യും. നമ്മുടെ ഇവിടെ ഒന്നും ഒരു ഷോപ്പുകൾ നമുക്കൊരു സാധനം 8 മണിക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മുടെ നാട്ടിലെ പോലെ തട്ടുകട സെറ്റപ്പിൽ രാത്രി ലേറ്റ് നൈറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക, ബിരിയാണി കഴിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് 8 മണിക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യണം, എന്ത് വാങ്ങണമെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ സൺഡേ എന്ന് പറയുന്നത് ഇവരുടെ ഫ്രീ ടൈമാണ്. മീൻസ് ഫാമിലി മൊത്തം ചിലവഴിക്കാനുള്ള ടൈമാണ്, ഒരു റിലാക്സിങ് ഡേ ആണ്. സോ ശനിയാഴ്ച 8 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സാധനവും ഇവിടെ ഷോപ്പുകളിൽ പോയി നമുക്ക് മേടിക്കാൻ പറ്റില്ല. എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. സൺഡേ ഒരു ആഘോഷിക്കുന്ന ദിവസം, മീൻസ് ഒരു റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ആഘോഷങ്ങളല്ല, റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. സോ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കണം. സൺഡേ ഇവിടെ നോയ്സുകളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ കുറ്റമാണ്. യാതൊരു തരത്തിലുള്ള വലിയ വലിയ നോയ്സുകൾ നമ്മൾ മിക്സി അരയ്ക്കുന്നത് പോലും നമ്മൾ സൺഡേസിൽ ചെയ്യാറില്ല. അതുപോലെ വോക്കിംഗ് ക്ലീനർ യൂസ് ചെയ്യുക, ഇതിൻ്റെയൊക്കെ സൗണ്ട്സ് ഒന്നും ഇവിടെ കേൾക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ റൂള്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേ പരമാവധി വീടുകളിൽ തന്നെ കഴിച്ചുകൂട്ടി സൈലൻ്റായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഇവിടെ ചെയ്യാറ്. സോ അത് ഇവിടുത്തെ ഒരു വ്യത്യാസം. നമ്മുടെ നാട്ടിൽ സൺഡേ ആയി കഴിഞ്ഞാൽ ആളുകൾ പുറത്തിറങ്ങി ആഘോഷിക്കുന്ന ദിവസമാണ് സൺഡേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൺഡേ വീട്ടിലിരിക്കാനുള്ള ദിവസമാണ്, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ദിവസമാണ്. പിന്നെ ഇവിടുത്തെ ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്ത് തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം വളരെ സൗണ്ട് കുറച്ച്, മീൻസ് ശബ്ദ കോലാഹലങ്ങൾ ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല ഇവർ. നമ്മുടെ നാട്ടിൽ പോലെ ബഹളം വെച്ച് പാട്ടുകൾ ഉറക്കെ വെക്കുക, അതുപോലെ തന്നെ ഒരു വലിയ ചില ശബ്ദങ്ങളിൽ ചെണ്ടകൾ അങ്ങനത്തെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് വലിയ വലിയ നോയ്സ് ഉണ്ടാക്കുക, അങ്ങനത്തെ യാതൊരുവിധ പരിപാടികളും ഇവിടെയുള്ള ആളുകൾക്ക് താല്പര്യമില്ല. ഇവിടെയുള്ളവരെല്ലാം സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ശബ്ദം ഒരുപാട് കേൾക്കുന്നത് തന്നെ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനത്തെ വലിയ വലിയ ഗ്യാതറിങ്സ് ഇവിടെ ഉണ്ടാവാറില്ല, വളരെ കുറവാണ്. ഇവൻ ചിലപ്പോൾ ക്രിസ്മസിനോ ആ ടൈമിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം, അതും ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ എല്ലാ ഏരിയകളിലും, നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റാർ ഇല്ലാത്തൊരു വീടുണ്ടാവില്ല, അല്ലെങ്കിൽ ലൈറ്റിങ്സ് ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, ചില സ്ട്രീറ്റുകളുണ്ട്, അവിടെ മാത്രമാണ് ആഘോഷങ്ങൾ എന്നാണ് ഞാൻ കേട്ടത്. അല്ലാതെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ലൈറ്റ്സ് കാണുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ക്രിസ്മസിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷം. അത് തന്നെ നമ്മുടെ നാട്ടിലെ സാധാ ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങൾ അത്ര പോലും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ മൈൽഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ പറയുന്ന ശബ്ദങ്ങളാണെങ്കിലും ആഘോഷങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ലൈറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. പിന്നെ അയൽക്കാരുമായി ബന്ധം സ്ഥാപിച്ച് ഭയങ്കര രീതിയിൽ അവരുമായി കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇവിടെ. ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇപ്പോഴത്തെ റൂമിലുള്ള ആളുകൾ ആരെയൊക്കെ കുറിച്ച് അപ്പുറത്തെ ആളുകളെ പോലും അറിയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ സ്വന്തം പാരൻറ്റിനെ കാണണമെങ്കിൽ വരെ അച്ഛനെ കാണണമെങ്കിൽ തന്നെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള ആളുകൾക്ക്. അങ്ങനെയാണ് ഇവിടെ. അത് ഇവരുടെ ഒരു കൾച്ചറാണ്. നമുക്കിപ്പോൾ ഇതൊരു കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കൾച്ചർ നമുക്കതാണ്, നമ്മളത് കണ്ടു വളർന്ന കാരണം കൊണ്ട് നമുക്കത് ഓക്കെയാണ്. ഇവിടെയുള്ള ആളുകളുടെ ഒരു കൾച്ചർ ഇങ്ങനെയാണ്. ഇപ്പോൾ അടുത്തൊരാളെ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ പോലും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അച്ഛനെയും അമ്മയും കാണാൻ പോകണമെങ്കിൽ വരെ അപ്പോയിൻമെൻറ്റ് എടുത്ത് പോകുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അതൊരു വലിയ ഡിഫറൻസാണ്. ഇവിടുത്തെ ഏറ്റവും ആഘോഷമുള്ള ദിവസം സ്വിസ് നാഷണൽ ഡേയും ക്രിസ്മസുമാണ്. ആ 2 ദിവസങ്ങളിലാണ് ഇവിടെ എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളില്ല. നമ്മുടെ നാട്ടിലെ ഓണം ദീപാവലിയൊക്കെ ആണ് ഇവിടുത്തെ നാഷണൽ ഡേയും അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ. നമുക്കതുമായിട്ട് മാത്രം അതിൻ്റെ ഒരു ആഘോഷം നമുക്ക് ഈ ഒരു ഡേയ്സിൽ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ നാട്ടിലെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആയ ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്ടങ്ങളുള്ള ആളുകൾക്കൊന്നും ഇവിടെ അത്ര സൂട്ടാവാൻ ചാൻസ് ഇല്ല. സോ അതൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ഡിഫറൻസ് വർക്ക് കൾച്ചറിലാണ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പങ്ക്ച്വാലിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈമിങ്, ഓഫീസ് ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മണിയാണ് ഓഫീസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് ഇറങ്ങും. അത് നിർബന്ധമായിട്ടും ഇറങ്ങണം. അതത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഇവിടുത്തെ റൂളാണ്. ബാക്കിയുള്ള സമയം അവർക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. സോ അത് ഗവൺമെൻറ് റൂളാണ്. പിന്നെ അഡീഷണൽ ടൈം വർക്കിംഗ് ഒന്നും ഇവിടെ കോമൺലി കാണാത്തൊരു കാര്യമാണ്. അതുപോലെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ 5 മണിയാണ് ഓഫീസ് ടൈം എന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണി വരെ ഇരിക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട്. അവിടെ അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ അത് ഒട്ടും കോമൺ അല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അതുപോലെ എന്താണെന്ന് വെച്ചാൽ സാലറി എത്ര, അതുപോലെ തന്നെ ഫാമിലി മാറ്റേഴ്സ്, ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു എംപ്ലോയിയോട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കോവർക്കർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കേസുകളൊന്നും ഇവിടെ വളരെ തീരെ കോമൺ അല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ആരും ഒരാളുടെ പേഴ്സണൽ മാറ്ററിൽ ഇടപെടില്ല. പിന്നെ അടുത്തൊരു ഡിഫറൻസ് ക്ലീൻലിനെസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വളരെ ക്ലീനാണ്. നല്ല വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന പരിസരങ്ങളാണ് നമ്മുടെ ചുറ്റും ഇവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിലത്ത് തുപ്പുന്നതും മറ്റും നല്ല രീതിയിൽ ഫൈൻ കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെ വൃത്തികേടാക്കിയാലും അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ഫൈൻ കിട്ടും. നമ്മുടെ നാട്ടിലും ഇത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ അത്രയൊക്കെ എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് നമ്മുടെ നാട്. സോ അതും ഒരു വലിയ ഡിഫറൻസ് ആണ്. ഇവിടെ നമുക്ക് വൃത്തികെട്ട അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്ത പരിസരം ഇവിടെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല രീതിയിലുള്ള വൃത്തിയുള്ള പരിസരങ്ങളാണ് അല്ലെങ്കിൽ റോഡുകളാണ്, ബാക്കി ഇൻഫ്രാസ്ട്രക്ചറുകളാണ് നമുക്കിവിടെ കിട്ടുക. അതും ഒരു മേജർ ഡിഫറൻസ് ആണ് ഇവിടെ സ്വിറ്റ്സർലാൻഡും നമ്മുടെ നാടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രാജ്യത്തെ ഇവിടെ വെച്ച്. ഞാൻ ഒരിക്കലും നമ്മുടെ നാട്ടിലെ മോശമായി പറഞ്ഞതല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇവിടുത്തെ വ്യത്യാസങ്ങളാണ്. പല കാര്യങ്ങളിലും നമ്മൾ ഇവരെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മുടെ അവിടുത്തെ കൾച്ചറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം ഇവിടെ നല്ലതെന്നല്ല, ചില കാര്യങ്ങൾ ഇവിടെയുണ്ട് ഗുണം, പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലും ഉണ്ട് ഗുണം. കാരണം ചില കാര്യങ്ങളോട് നമുക്ക് എല്ലാ കാര്യങ്ങളോടും ഇവരോട് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞില്ലേ, സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ വരെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. നമുക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾപ്പെട്ട ആളുകളാണ് നമ്മുടെ സ്വന്തം അച്ഛനമ്മ, നമ്മുടെ സിബ്ലിങ്സ്, കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചോളം. നമുക്ക് പിന്നെ ഇന്നോ നാളെയോ തിരിച്ചു പോകേണ്ട ആളുകളാണ്. അപ്പോൾ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കാലം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. വളരെ കുറച്ച് കാലത്തിന് വേണ്ടിയാണ് ഞാനൊക്കെ ഇവിടെ താമസിക്കുന്നത്. വളരെ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലം, ചെറിയൊരു ഡെപ്യൂട്ടേഷൻ പോലെ വന്നിട്ടുള്ളതാണ്. വൈഫിൻ്റെ ഒരു ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഉള്ള കാലത്തേക്ക് നമുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പിന്നെ ഈ പറയുന്ന നമുക്ക് കാമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു കാര്യമാണ്. വളരെ കൂൾ ആൻഡ് കാമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് അതൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഇവിടുത്തെ വെതർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ വെതർ എന്ന് വെച്ചാൽ അറിയാലോ, നല്ല ചൂടുള്ള സമയങ്ങളാണ് അവിടെ. ഇപ്പോൾ നാട്ടിലൊക്കെ വളരെ ചൂടാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ കുറച്ചുകൂടി ബെറ്ററാണ്. എന്നാലും ഇവിടെ സമ്മർ വരുന്നുണ്ട്, 30 ഡിഗ്രി വരെ ചൂട് പോകുന്ന സമയങ്ങളുണ്ട്. പക്ഷെ വളരെ കുറച്ചാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസില്ല. അപ്പം അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഉണ്ട്, ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. സോ ഇതൊക്കെ മനസ്സിലാക്കുക. ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ഇങ്ങോട്ടൊന്നല്ല, പൊതുവെ യൂറോപ്യൻ കൺട്രീസിൽ ചില കാര്യങ്ങൾ ഓൾമോസ്റ്റ് കോമൺ ആണ്, എന്നാൽ ചില കാര്യങ്ങളിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ യൂറോപ്പിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവെച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാക്കിൽ തന്നെ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്, ട്രാംസും ഉണ്ട്. ട്രാമും തൊട്ടടുത്ത് കൂടെ തന്നെയാണ് പോവുക. എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പലവട്ടം ട്രാംസും ട്രെയിൻസും ഇതിലൂടെ പോയി. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലോട്ട് വരും. സോ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.